ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ സദ്യ. നല്ല എന്താ പറയുക, രാജകീയമായിട്ടുള്ള സദ്യ. ഭയങ്കര റോയൽ ഫീലിലായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗസ്റ്റിനെ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെയറും വലിയൊരു പീഠം, എന്താ ഇതിന് പറയുക, ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭയങ്കര റിയലി എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. അതിന് മുന്നേ പ്ലാന്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം അവിടെ ഉണ്ടായിരുന്നു. പ്ലാന്റ് ഐസ്ക്രീം എന്നാണ് അതിൻ്റെ പേര്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല റോയാലിറ്റിയിൽ, എന്താ പറയുക, നല്ല റോയാലിറ്റിയിൽ ഗ്രാൻഡായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നത് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പായസമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം മിൽക്ക് മെയ്ഡ് കൂടുതലായിരുന്നു. പിന്നെ ഒരു നമ്മുടെ ഈ പായസത്തിലിടുന്നൊരു സാധനമുണ്ട്, എന്തായിരുന്നു അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. കസ്കസ് പോലത്തെ ഒരു സാധനം നമ്മൾ പായസത്തിലിടില്ലേ, അതിൻ്റെ ഐസ്ക്രീം അല്ല, അതിൻ്റെ പായസം ഉണ്ടായിരുന്നു. അത് മാത്രം ഇട്ടിട്ടുള്ള പായസം, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നീർദോശ ഉണ്ടായിരുന്നു. നീർദോശയുടെ കൂടെ ഒരു വെള്ളം പോലത്തെ സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നീർദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ പൂരി നമ്മുടെ നാട്ടിലെ പൂരി പോലെയല്ല, എന്തൊക്കെയല്ലോ ഒരു ഫ്ലേവറുള്ള പൂരി, അത്രയ്ക്ക് ഇഷ്ടമായില്ല. പനീർ കൊള്ളായിരുന്നു. അതിനിപ്പുറത്തുള്ളത് പനീറാണ്. പിന്നെ ഈ പപ്പടം പോലത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടോ, അത് പപ്പടമാണെന്നും തോന്നുന്നു ഗൈസ്. എന്തോ ഒരു സാധനം അതിലിങ്ങനെ റൈസ് വെച്ചിട്ടില്ലേ, ആ റൈസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചിക്കൻ കാലാന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇത് ചിക്കൻ പീസ് ഒന്നുമല്ല, എന്തോ പനീറാണ് ഉള്ളിലുള്ളത്. പനീറിനെ എന്തോ ഒരു സംഭവമാക്കിയിട്ട് എന്താ പറയുക, ഒരു ഈവനിങ് സ്നാക്ക് പോലെ ആക്കിയതാണ്. പക്ഷേ എങ്കിൽ ഫ്ലേവർ വൈസ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ടേസ്റ്റ് ബഡിൻ്റെ പ്രശ്നമായിരിക്കും, എന്ത് ചെയ്യാനാ. പിന്നെ ഒരു അവിയൽ പോലത്തെ എന്തോ ഒരു ഓലനോ അവിയൽ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതും എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുറുക്ക് അടിപൊളിയായിരുന്നു. ആ ഒരു പാനിപ്പൂരിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്ന മുറുക്ക്, സോ ഗുഡ്. പിന്നെ നാച്ചോസാണത്. നാച്ചോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഷവർമ തോന്നുന്ന ഫീലായിരുന്നു നാച്ചോസിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങിന്. ബാക്കിയൊന്നും രസമില്ലാത്തതുകൊണ്ട് ഇത് മാത്രം രസമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം കുറച്ച് ഇഷ്ടപ്പെടാണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളതിനെ ഭയങ്കരമായിട്ട് പറയുമല്ലോ, അതാണോന്ന് അറിയില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കഴിച്ചതാണ് ഇങ്ങനെയൊരു ഡിഷ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എൻ്റെ പൊന്നോ, എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, എൻ്റെ കൂടെയുള്ള മലയാളീസിന് ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സീന് വിഷയം. പിന്നെ നമ്മുടെ വാഴക്കൂമ്പോ, ഇതിനെന്താ പറയുക, കൂമ്പ് എന്നല്ലേ, കൂമ്പിൻ്റെ ഉള്ളിൽ സ്റ്റീം ചെയ്തിട്ടുള്ള ബിരിയാണി. ഈ ബിരിയാണി അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ബിരിയാണിയും. അടിപൊളി സാലഡായിരുന്നു. സാലഡും അച്ചാറും വേറെ ലെവലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഉടുപ്പിയിലെ സാമ്പാറും പച്ചരി ചോറും വന്നു. അത് പിന്നെ ഞാൻ ഒട്ടും കഴിക്കാറില്ല. പിന്നെ രസം വന്നു. രസമൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഫിംഗർ ബൗൾ വെച്ചിട്ടുണ്ടാവും. അതിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് കൈ ഇരുന്നിടത്ത് തന്നെ കഴുകിയിട്ട് തിരിച്ചു പോകാം. അപ്പോൾ